അങ്ങനെ കാത്തുകാത്തിരുന്ന് ഇവിടുത്തെ സമ്മർ സീസൺ എത്തി കേട്ടോ. കൂടാതെ പിള്ളേർക്ക് ഇവിടെ സമ്മർ ടൈമും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സമ്മർ ടൈമിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണിന്ന്. അപ്പം ഇഹാനും ഞാനും കൂടെ എയ്ഡനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകുന്ന വഴിയാണിത്. എയ്ഡൻ്റെ പഴയ സ്റ്റോളിലോട്ട് ഞങ്ങൾ ഇഹാനെ മാറ്റി, കാരണം അവനത് ചെറുതായി തുടങ്ങി. സമ്മർ ആയപ്പോഴത്തേക്കും ഇവിടെ പൂക്കളെല്ലാം നന്നായിട്ടായി തുടങ്ങി. അപ്പം കണ്ടപ്പോൾ എന്തായാലും ക്യാപ്ചർ ചെയ്യാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. മഞ്ഞപ്പൂക്കളും നീലപ്പൂക്കളും റോസ് പൂക്കളും അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇഹാൻ ക്വൈറ്റ് ഹാപ്പി ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പുതിയ സ്റ്റോളർ ചെറിയൊരു പേടിയുണ്ടായിരുന്നു കരയോ ഇല്ലയോ എന്ന്, പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ചൂട് കാരണം അവന് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിലെത്തി നേരെ എയ്ഡനെ വിളിച്ചോണ്ട് നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി. എയ്ഡൻ ഇന്ന് സ്കൂട്ടറുള്ള ദിവസമായിരുന്നു, അതുകൊണ്ട് പുള്ളി ഹാപ്പി ആയിരുന്നു നടക്കാൻ വേണ്ടി. അങ്ങനെ ഉന്തി പകുതി എത്തിയപ്പോഴത്തേക്കും പുള്ളി നല്ല ടയർഡായി. അവസാനം അത് ബാഗും അവൻ്റെ ലഞ്ച് ബാഗും സ്കൂട്ടറും എല്ലാം കൂടെ ഞാൻ ചുമക്കേണ്ട അവസ്ഥയായി. എന്തായാലും കുഴപ്പമില്ല, പിള്ളേർ ഹാപ്പി ആയിരുന്നു. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ലൊരു വാക്കായിരുന്നു എനിക്കും. പിന്നെ ഈ ഡാൻഡിലിയോൺസ് എവിടെ കണ്ടാലും എയ്ഡൻ വിടില്ല കേട്ടോ, അവനത് നൂതിയാലേ സമാധാനം വരുള്ളൂ. അങ്ങനെ നമ്മുടെ സ്ഥിരം സ്പോട്ട് മിൽ പോണ്ട് എത്തി. അവിടെ കുറച്ച് നേരം ഒന്ന് നിന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് പിന്നെ ഞങ്ങൾ നടന്നു. ഇഹാൻ ഒട്ടും അഡ്ജസ്റ്റ് ആവുന്നില്ലായിരുന്നു. എയ്ഡൻ്റെ മുഖം കണ്ടാൽ എയ്ഡൻ നന്നായിട്ട് ടയർഡായി. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ വീട്ടിലെത്തി. ഇഹാൻ വീട്ടിലെത്തിയപ്പോൾ ഒന്ന് സെറ്റായി. എൻ്റെ കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യുകയാണ്, അവൻ തലയൊക്കെ തുടച്ചൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരെയും കുളിപ്പിച്ച് എയ്ഡനെ സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് ഞങ്ങൾ കുളിപ്പിക്കും. അപ്പോൾ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്ത് രണ്ടുപേരും ഹാപ്പി ആയിട്ട് ടി വി ഒക്കെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഉറങ്ങിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.